ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന കർത്താവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 121 അധ്യായം 4 വാക്യം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. 121 സങ്കീർത്തനം ദൈവം എങ്ങനെയാണ് നമ്മുടെ അഭയസ്ഥാനമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ സംരക്ഷണവും. അതിന്റെ 8 വാക്യങ്ങൾക്കുള്ളിൽ ദൈവം നമ്മുടെ സൂക്ഷിപ്പുകാരനോ സംരക്ഷകനോ ആയി 6 പരാമർശങ്ങളുണ്ട്. ഇത് കാണുന്നത് വളരെ ആശ്വാസകരമാണ്. 3 പ്രാവശ്യം ഇത് ഇന്നത്തെ വാഗ്ദാനമായി സൂചിപ്പിച്ചിരിക്കുന്നു. ഭാവിയിലേക്കുള്ള വാഗ്ദാനമായി മറ്റൊരു 3 തവണ. കർത്താവ് തീർച്ചയായും നമ്മുടെ കാവൽക്കാരനാണ്. അവൻ നമ്മെ അവന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്നു. അവൻ നമ്മെ സംരക്ഷിക്കാൻ അഗ്നിമതിലായി നമുക്ക് ചുറ്റുമുണ്ട്. നമ്മെ കാപ്പാൻ അവൻ തന്റെ ജ്വലിക്കുന്ന വാളുകളോട് കൽപ്പിക്കുന്നു. നമ്മെ നിരീക്ഷിക്കാൻ അവന്റെ ദൂതന്മാരെ അയക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മനുഷ്യനായ മോശെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കരണത്തിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം വിവരിക്കുന്നു. കഴുകന്മാർ ആകാശത്ത് ചുറ്റിക്കറങ്ങുമ്പോൾ കോഴി തന്റെ കുഞ്ഞുങ്ങളെയെല്ലാം ചിറകിനടിയിൽ ചേർത്ത് മൂടുന്നു. കർത്താവ് നമ്മെ അതേ രീതിയിൽ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു. തിരുവചനം പറയുന്നു, അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവന് ചിറയിൻ കീഴിൽ നീ അഭയം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു എന്ന്. ഇത് സങ്കീർത്തനം 91 അധ്യായം 4 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കർത്താവ് തന്റെ ഒളിത്താവളവും നിഴലും കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഇന്ന് ലോക ജനത അരക്ഷിതാവസ്ഥയിലാണ്. അവർ പൂർണ്ണമായും എല്ലാ വശങ്ങളിലും ദുർബലരാണ്. എപ്പോൾ രോഗം പിടിപെടുമെന്നോ, മന്ത്രവാദത്തിന് ഇരയാകുമെന്നോ, അശുദ്ധാത്മാക്കളുടെ ആക്രമണത്തിൽ അകപ്പെടുമെന്നോ, അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്നോ ഉള്ള ഭീതിയിലാണവർ. അവർ അനാഥരെ പോലെ ആത്മാവിൽ അസ്വസ്ഥരാകുന്നു. ഒപ്പം സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള ആഗ്രഹവും ഉണ്ടാകുന്നു. എന്നാൽ നമ്മെ കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും നമ്മുടെ നിത്യപിതാവുണ്ട്. അവനാണ് നമ്മെ സ്നേഹിച്ചതും നമ്മെ തേടി വന്നതും. ഒപ്പം സ്നേഹനിർഭരമായ കരങ്ങളാൽ അവൻ നമ്മെ ആശ്ലേഷിക്കുന്നു. അതിനാൽ നാം ഒന്നിനെയും ഭയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. തിരുവെഴുത്തുകൾ പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന്. പെസഹ ആട്ടിൻകുട്ടിയുടെ രക്തം വാതിൽപ്പടിയിൽ പുരട്ടിയ എല്ലാ വീടുകളിലും മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂളികളിൽ സംഹരിക്കപ്പെട്ടപ്പോഴും ആ വീടുകളിലെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. അതുപോലെ കർത്താവായ യേശുവിന്റെ വിലയേറിയ രക്തത്തിന്റെ കോട്ടയിൽ അഭയം തേടിയിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷിക്കപ്പെടും. അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നിങ്ങളെ സംരക്ഷിക്കും. ദൈവമക്കളെ, ഉറക്കമോ മയക്കമോ ഇല്ലാതെ നിങ്ങളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 46 അധ്യായം 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 132, 133, 134 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 11 അധ്യായം 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.